C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എനിക്കൊരാളെ സംശയമുള്ളൂ, ഒരൊറ്റ ഒരാളെ. അത് ഈ സ്ത്രീയെയാ. സത്യം ഇപ്പൊ വെളിയിൽ വന്നല്ലോ. മകളുടെ കല്യാണത്തിന് സ്വർണം ആവശ്യമുണ്ടെന്ന്. കയ്യിൽ കാശില്ലാതെ വന്നാ കടയിൽ നിന്ന് മേടിക്കാം, ഡ്രസ്സിംഗ് ടേബിളിൽ നിന്നും എടുക്കാം. അതേ ഞാനും പറഞ്ഞുള്ളൂ. ശാലിനിക്ക് നന്നായി വിഷമായിട്ടുണ്ട്. അവളത് പുറത്ത് കാണിക്കാത്തതാ. പാവം, അമ്മയ്ക്ക് എന്ത് സങ്കടമായിട്ടുണ്ടാവും. എല്ലാം ഞാൻ വരുത്തി വെച്ച വിനയാ. ചേച്ചിയെ സഹായിക്കാനായിട്ട് എവിടെ നിന്നും ഇറങ്ങി പുറപ്പെട്ടു. ഒരിടത്തും എത്തിയുമില്ല. കൂടെയുള്ളവർക്ക് കൊടുക്കുന്നത് സങ്കടം മാത്രം. ശാലിനി, അവളുടെ അവസ്ഥ ഇപ്പൊ അവിടെ എന്താണാവോ എന്തോ. എല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതിയായിരുന്നു. ഈശ്വര, ദുർബുദ്ധിയൊന്നും തോന്നിക്കാതെ കാത്തോളണേ. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ എവിടെയൊക്കെ നോക്കി. എന്താടി കാര്യം പറ. വിഷ്ണുട്ടാ, ശാലിനി ശാലിനിക്ക് എന്താ പറ്റിയേ? എന്താ പ്രശ്നം? അവളെവിടെയാ? വിഷ്ണുട്ട ഇങ്ങനെ വെപ്രാളപ്പെടാതെ. ശാലിനി ഭക്ഷണം കഴിക്കാതെ റൂമിൽ ഒറ്റയ്ക്കിരിക്കുക. അക്കാര്യം പറയാനാ ഞാൻ വന്നത്. അവൾക്ക് നല്ല സങ്കടം ഉണ്ടാവും പ്രീതി. അവളുടെ അമ്മ ഇവിടുന്ന് അപമാനിച്ചല്ല ഇറക്കി വിട്ടത്. നമ്മളാണ് അവളുടെ സ്ഥാനത്തെങ്കിലും ആഹാരം കഴിക്കാനൊന്നും തോന്നില്ല. നമ്മൾ ആരും അല്ലല്ലോ ഏട്ടാ കാരണം. അതാ സുസ്മിതയുടെ ട്രാപ്പായിരുന്നില്ലേ? പിന്നെ സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു. അതിന് വിഷമിക്കുകയും ഭക്ഷണം ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഏട്ടൻ ചെയ്തൊന്ന് വിളിക്കേട്ടാ, എന്നാലേ അവൾ വരൂ. ശരി, ഞാൻ നോക്കട്ടെ. ശാലിനി, അമ്മേ, ശാലിനി മോളെ, അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ കാരണം അമ്മയ്ക്ക് അപമാനം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വന്ന്. സുസ്മിത എന്നോടുള്ള വിരോധം തീർത്തത് നിങ്ങളോട്. അത് പോട്ടെ, സാരമില്ല, ഞങ്ങളത് അപ്പോഴേ മറന്നു. മോളെ, നീ
കരയാതെ കണ്ണു തുറക്കേ. വഴക്കിലൊന്നും പോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് പിന്നെന്താ? എന്താ പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോനെ? ഹേയ്, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ആള് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അതൊന്ന് അവസാനിപ്പിക്കാനാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഞാൻ പറഞ്ഞതിപ്പോ എങ്ങനെയുണ്ടമ്മേ? അത് ശരി. അപ്പൊ നീ ഭക്ഷണം കഴിച്ചില്ലല്ലേ? അതിനു മാത്രം എന്താ സംഭവിച്ചത് അവിടെ? അതല്ലേ ഇവിടെ ഇപ്പൊ അമ്മയോട് ഞങ്ങളും ചോദിച്ചോണ്ടിരുന്നത്. എവിടെ മലയിടിഞ്ഞ് വീണിട്ടാ അമ്മ ഭക്ഷണം കഴിക്കാത്തേന്ന്. അപ്പൊ അമ്മയും കഴിച്ചില്ലേ? അമ്മ വന്നേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്കും വിശക്കുന്നു. വാ. എന്നാ പിന്നെ സമൂഹ സദ്യ തന്നെ ആയിക്കോട്ടെ. ഞങ്ങളും കഴിച്ചിട്ടില്ല. എല്ലാരും ഭാഗത്തേക്ക് വാ മോനെ. മോനും വിളമ്പട്ടെ, ഇരിക്കെ. ഏയ് വേണ്ടമ്മേ, ഞാൻ കഴിച്ചു. നിങ്ങൾ കഴിച്ചാൽ മതി. അമ്മേ, ദാ, ഇത് വാങ്ങിക്കേ. ഇതാ കുട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതല്ലേ? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? സത്യം പിന്നീട് തെളിഞ്ഞമ്മേ. സുസ്മിത പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. ഇത് അവളുടെ വളകളല്ലെന്ന് എല്ലാവർക്കും ബോധ്യമായി. എപ്പോഴും ഇട്ടോണ്ട് നടക്കുന്ന വളയാന്ന് പറഞ്ഞിട്ടേ ഇത് അവളുടെ കയ്യിൽ കേറുന്ന പോലും ഇല്ലായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ വള എവിടെ പോയി? അതൊന്നും ആലോചിച്ച് അമ്മ ടെൻഷൻ ആവണ്ട. നാവെടുത്ത കള്ളമേ പറയൂ അവള്. ചിലപ്പോ അങ്ങനെ ഒരു വള തന്നെ അവൾക്കുണ്ടാവില്ല. അതല്ലെങ്കിൽ അവള് തന്നെ അതെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അതാ സത്യം. അങ്ങനെയൊക്കെ ചെയ്യോ? അവളെ അതല്ല, അതിലപ്പുറവും ചെയ്യും. അമ്മ ഇരുന്നേ, ഇരിക്ക. അമ്മ ആഹാരം കഴിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.